എല്ലാവർക്കും സ്വാഗതം. പ്ലസ് 1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ ഒരു ഇൻട്രസ്റ്റിംഗ് തിയറിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ തിയറിയുടെ പ്രത്യേകത വളരെ സിമ്പിൾ ആയിരിക്കുന്ന ചില വാക്കുകൾ ഉപയോഗിച്ച് മോളിക്യൂൾസിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കാം. ആ തിയറി ഇൻട്രോഡ്യൂസ് ചെയ്തത് സിഡ്വിക്കും പവലുമാണ്. അതിനെ പിന്നീട് ഡെവലപ്പ് ചെയ്തത് നൈഹോമും ഗിൽഡസ്പിയും ചേർന്നിട്ടാണ്. ആ ഇൻട്രസ്റ്റിംഗ് തിയറി അറിയപ്പെടുന്ന പേര് VSEPR തിയറി എന്നാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിമ്പിൾ വാക്ക് ഉപയോഗിച്ച് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നു എങ്കിൽ ആ സിമ്പിൾ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് R ആണ്. R എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റിപ്പൽഷൻ ആണ്. അപ്പൊ നമ്മൾ ചോദിക്കും ആരുടെ റിപ്പൽഷൻ ആണെന്ന് ചോദിക്കും. അപ്പൊ എങ്കിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അത് EP-യുടെ റിപ്പൽഷൻ ആണ്. EP എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ പെയർ ആണ്. അപ്പൊ ഇലക്ട്രോൺ പെയറിന് നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ, ഉദാഹരണം നമുക്ക് വാട്ടർ എന്ന മോളിക്യൂളിനെ സംബന്ധിച്ചെടുത്ത് നോക്കുന്ന സമയത്ത് വാട്ടർ OH വാട്ടർ മോളിക്യൂൾ ഇങ്ങോട്ട് കാണിക്കാം. വാട്ടറിന്റെ സെൻട്രൽ ആറ്റം ഓക്സിജൻ 16ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺസിൽ ഒരെണ്ണം ഇവിടെ ബോണ്ടിങ്ങിന് പോയിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ ബോണ്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. സോ 4 ഇലക്ട്രോൺസ് ഞാൻ 2 പെയർ ആയിട്ട്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, അടുത്ത് വീണ്ടും ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ. ഒക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ തിയറി ഉപയോഗിക്കുന്നത്. ആ തിയറിയുടെ ബേസ് എന്ന് വെച്ചാൽ അത് റിപ്പൽഷനെ പറ്റിയാണ് പറയുന്നത്. ആരുടെ റിപ്പൽഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇലക്ട്രോൺ പെയറിന്റെ റിപ്പൽഷൻ ആണെന്ന് പറയും. ആ ഇലക്ട്രോൺ പെയർ കണ്ടുപിടിച്ച രീതിയാണ് ഞാൻ ഈ പറയുന്നത്. വാട്ടർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ സെൻട്രൽ ആറ്റം 16ാമത്തെ ഗ്രൂപ്പ് 16th ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ. ആ 6 ഇലക്ട്രോണിന് ഒരെണ്ണം ഇവിടുത്തെ ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി 4 ഇലക്ട്രോൺസ്, ആ 4 ഇലക്ട്രോൺസിന് 2 പെയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഈ ഒരു വര കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ഒരെണ്ണം ഓക്സിജന്റെയും ഒരെണ്ണം ഹൈഡ്രജന്റെയും. ഇങ്ങനെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ എന്ന് പറയാം. ബോണ്ട് പെയർ. അപ്പൊ ഇലക്ട്രോൺ പെയറിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. ബോണ്ട് പെയർ എന്നൊരു വാക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് അതിനെ BP എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ കാണുന്ന ഈ പെയറിനെ അല്ലെങ്കിൽ ഈ പെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ, ലോൺലിനെസ്, ലോൺ പെയർ എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്, LP എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ട്. ഇലക്ട്രോൺ പെയർ ആരുടെയൊക്കെ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇലക്ട്രോൺ പെയർ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 2 തരത്തിലുള്ള ഇലക്ട്രോൺ പെയറിന്റെ സാധ്യതയുണ്ട്. ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോൺ പെയറുകളെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇനി മറ്റൊരു എക്സാമ്പിൾ BeCl2 നോക്കിയാൽ, BeCl2 നമുക്ക് പരിശോധിക്കാം. സെൻട്രൽ ആറ്റം ബെറിലിയം നമുക്കറിയാം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആകുമ്പോഴത്തേക്ക് ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺസ് ആണ്. ആ 2 ഇലക്ട്രോണിൽ ഒന്ന് ഇവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അവിടെ ആകെപ്പാടെ കാണുന്നത് 2 ബോണ്ട് പെയർ ഇലക്ട്രോൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ മോളിക്യൂൾസിലും ലോൺ പെയർ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എല്ലാ മോളിക്യൂൾസിലും ബോണ്ട് പെയർ ഉണ്ടായിരിക്കും. ബോണ്ട് പെയർ ഇല്ലാത്ത മോളിക്യൂൾസ് ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം. ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ഒരു മോളിക്യൂൾ ഉണ്ടാകാൻ പറ്റുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ബോണ്ട് പെയർ എല്ലായിടത്തും ഉണ്ടാവാം, ലോൺ പെയർ എല്ലാ മോളിക്യൂളിലും വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്ത് അപ്പൊ റിപ്പൽഷൻ ഇലക്ട്രോൺ പെയർ. ഇനി ഇലക്ട്രോൺ പെയർ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ എവിടെ കാണുന്ന ഇലക്ട്രോൺ പെയർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരവുണ്ട്. അത് VS-ൽ കാണുന്ന അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺ പെയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഈ തിയറിയുടെ പോസ്റ്റുലേറ്റ് പറയാം. അപ്പൊ അതിൽ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, VSEPR തിയറിയുടെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് നമുക്ക് ഇങ്ങനെ പറയാം: ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഈസ് ഡ്യൂ ടു റിപ്പൽഷൻ ഓഫ് ആരുടെ ഇലക്ട്രോൺ പെയർ പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറിന്റെ റിപ്പൽഷനിലൂടെയാണ് അവിടെ ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് വരുന്നതെന്ന് പറയണം. റിപ്പൽഷനിലൂടെ ഷേപ്പ് വരും. അപ്പൊ എന്തുകൊണ്ട് BeCl2യുടെ ഷേപ്പ് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അവിടെ റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷന്റെ കാര്യം നമുക്ക് നോക്കാം. BeCl2 ഇത് B ആണെന്ന് വെച്ചോ. BE സെൻട്രൽ ആറ്റം, ഇതൊരു ക്ലോറിൻ, ഇത് BE, ഇത് Cl.
അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു ബോണ്ട് പെയർ, ഇതൊരു ബോണ്ട് പെയർ, ഇതൊരു ബോണ്ട് പെയർ, ഇതൊരു ബോണ്ട് പെയർ, ഇതൊരു ബോണ്ട് പെയർ. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ബോണ്ട് പെയറും പരസ്പരം റിപ്പൽ ചെയ്യുകയാണ്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് പരസ്പരം അടുത്തടുത്ത് കാണുന്ന സമയത്ത് അവർ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഇത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ വീണ്ടും റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ റിപ്പൽഷൻ പരമാവധി ഓവർകം ചെയ്ത് നിൽക്കുന്ന രണ്ട് ബോണ്ടിന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെയുള്ളൂ. ഇവിടെ ഇങ്ങോട്ട് വന്നാൽ റിപ്പൽഷൻ ഉണ്ട്, ഇവിടെ ഇങ്ങോട്ട് വന്നാൽ റിപ്പൽഷൻ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് ബോണ്ട് പെയർ മാത്രം ഉണ്ടെങ്കിൽ ആ റിപ്പൽഷൻ പരമാവധി ഓവർകം ചെയ്ത് നിൽക്കുന്ന ആ ഷേപ്പ് ഇതുപോലെയാണ്. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ ഷേപ്പ് എന്ന് പറയണം. സോ BeCl2യുടെ പ്രത്യേകത അത് ലീനിയർ ഷേപ്പ് ഉള്ള ഒരു മോളിക്യൂൾ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ട് ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഷേപ്പ് ഞാൻ അതിനെ AB വെച്ച് കാണിക്കാം. AB ഇതുപോലെ വരാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഷേപ്പിന് നമ്മൾ സാധാരണ ലീനിയർ ഷേപ്പ് എന്ന് പറയാറുണ്ട്. ലീനിയർ ഷേപ്പ്. ഓക്കെ, അപ്പൊ BeCl2ന്റെ ഷേപ്പ് ഇങ്ങനെ തന്നെയാണ്. ഇനി അതേസമയം ഇവിടുത്തെ റിപ്പൽഷൻ നോക്കുകയാണെങ്കിൽ അവിടെ റിപ്പൽഷൻ നമുക്ക് ആരൊക്കെ തമ്മിൽ നോക്കാം. ഈ പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വാക്ക് ലോൺ പെയർ റിപ്പൽഷൻ എന്നാണ്. ഇനി ഈ പെയറും ഈ ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അതിനെ വിളിക്കേണ്ട പേര് ലോൺ പെയർ ബോണ്ട് പെയർ എന്നാണ്. ഇതും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അതിനെ വിളിക്കേണ്ട പേര് ബോണ്ട് പെയർ എന്നാണ്. ഇനി ഇതും തമ്മിലാണെങ്കിലും അത് ലോൺ പെയർ ബോണ്ട് പെയർ ആണ്. ഓക്കെ, അപ്പോ ഒരു മോളിക്യൂൾ വരാൻ സാധ്യതയുള്ള റിപ്പൽഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എന്തായാലും ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അത് കൂടാതെ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ വരാം. അത് കൂടാതെ ലോൺ പെയർ ഒന്നിൽ കൂടുതൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ അവിടെ ലോൺ പെയർ റിപ്പൽഷൻ സാധ്യതയുണ്ട്. ഇനി ഈ റിപ്പൽഷൻ എന്ന കമ്പാരിസൺ മാഗ്നിറ്റ്യൂഡ് എന്ന കമ്പാരിസൺ ചെയ്ത് നോക്കിയാൽ അതിൽ ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടിയ റിപ്പൽഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോൺ പെയർ ആണ്. രണ്ടാം സ്ഥാനം ലോൺ പെയർ ബോണ്ട് പെയർ ആണ്. മൂന്നാം സ്ഥാനം ബോണ്ട് പെയർ ആണെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ എങ്കിൽ നമുക്ക് ലോൺ പെയർ ഉണ്ടെങ്കിൽ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത് O ആണെന്ന് വെച്ചോ, ഇത് H, ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാണുന്നുണ്ട്, ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ലോൺ പെയർ റിപ്പൽഷൻ വളരെ കൂടുതലാണ് ബോണ്ട് പെയറിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം വാട്ടറിന് ഇങ്ങനെ നൂന്ന് നിൽക്കാൻ കഴിയില്ല. കാരണം അവിടെ ലോൺ പെയർ റിപ്പൽഷൻ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് ഏകദേശം ഇതേപോലത്തെ ഷേപ്പിൽ വാട്ടറിന് നിൽക്കാൻ കഴിയുള്ളൂ. ഇങ്ങനത്തെ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ബെൻഡ് ഷേപ്പ് എന്ന് പറയാറുണ്ട്. സോ വാട്ടറിന്റെ ഷേപ്പ് ബെൻഡ് ഷേപ്പ് ആണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ B എന്നൊരു അക്ഷരം പോലെ ആയതുകൊണ്ട് V ഷേപ്പ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ BeCl2ന്റെ ഷേപ്പ് ലീനിയർ ആണെന്നും അതുപോലെ തന്നെ വാട്ടറിന്റെ ഷേപ്പ് ബെൻഡ് ആണെന്നൊരു സൂചന അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും അറിയാം. ശരി, അപ്പൊ പോസ്റ്റുലേറ്റുകളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഒന്നും കൂടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ തിയറിയുടെ പേര് BSCPR തിയറി. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ സിഡ്വിക് പവൽ, അതിനെ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ നെയ്ഹോമും ഗില്ലസ്പിയും. ഇനി ആ തിയറിയുടെ പോസ്റ്റുലേറ്റ് ഹെഡിങ് തന്നെയാണ് ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഇസ് ഡ്യൂ ടു ദ റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ. ഇനി ഇലക്ട്രോൺ പെയർ രണ്ട് തരത്തിൽ ഉണ്ടാവാം, ലോൺ പെയർ ആൻഡ് ബോണ്ട് പെയർ. ഇനി അതുകൊണ്ട് തന്നെ റിപ്പൽഷൻ വേണമെങ്കിൽ മൂന്ന് തരത്തിൽ വരാം, ലോൺ പെയർ ബോണ്ട് പെയർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിപ്പൽഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ ആണ്. ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ ലോൺ പെയർ തമ്മിലാണ്. രണ്ടാം സ്ഥാനം ലോൺ പെയറും ബോണ്ട് പെയറുമാണ്. ഏറ്റവും കുറഞ്ഞ റിപ്പൽഷൻ കമ്പാരിറ്റീവ്ലി ബോണ്ട് പെയർ ആണെന്ന് ഓർമ്മ വരണം. ഓക്കെ, അപ്പൊ അത്രയും പോസ്റ്റുലേറ്റ് അറിയാം. ഇനി മൾട്ടിപ്പിൾ ബോണ്ടുകൾ വന്നാലും നമ്മൾ പലപ്പോഴും സിംഗിൾ ബോണ്ടുകൾ പോലെയാണ് പരിഗണിക്കാറുള്ളത്. ഉദാഹരണം SO2ന്റെ കാര്യം, SO2 S ഡബിൾ ബോണ്ടോ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള റിപ്പൽഷന്റെ കാര്യം സാധ്യതയില്ല. ഈ മൾട്ടിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് പോലെ തന്നെയാണ് അവിടെ പരിഗണിക്കേണ്ടതെന്ന് കൂടെ അവിടെ ഓർക്കാം. സോ നമുക്ക് SO2ന്റെ ഷേപ്പ് ചോദിച്ചാലും ബെൻഡ് ഷേപ്പ് ആണെന്ന് പറയണം. സോ നമുക്ക് BeCl2 ലീനിയർ എന്ന് മനസ്സിലായി, വാട്ടർ ബെൻഡ് ആണ്, SO2 ബെൻഡ് ആണെന്ന് കൂടെ മനസ്സിലായി. അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബോണ്ടുകൾ വന്നാൽ അവർ തമ്മിലുള്ള റിപ്പൽഷനെ പറ്റി പറയാറില്ല, പകരം അതൊരു സിംഗിൾ ബോണ്ട് പെയർ പോലെ മാത്രമേ പരിഗണിക്കാറുള്ളൂ എന്ന് ഓർമ്മിച്ചു വേണം. ഓക്കെ, ശരി, അപ്പൊ നമുക്കൊന്നുകൂടെ അറേഞ്ച് ചെയ്യാം. ശരി, അപ്പൊ BSCPR തിയറിയുടെ പോസ്റ്റുലേറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാം. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡ്യൂ ടു റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഇലക്ട്രോൺ പെയർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് തരം വരാം,
ലോൺ പെയറും ബോണ്ട് പെയറും വരാം. ഇനി അതുകൊണ്ട് തന്നെ റിപ്പൽഷൻ വരുന്ന സമയത്ത് ലോൺ പെയർ വരാം, ലോൺ പെയർ ബോണ്ട് പെയർ വരാം, പിന്നെ ബോണ്ട് പെയർ വരാം. മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന ലോൺ പെയർ ആണ്, രണ്ടാം സ്ഥാനം ലോൺ പെയർ ബോണ്ട് പെയർ ആണ്. ആ കാര്യം പറയാം. ഇനി അടുത്ത് പറഞ്ഞത് SO2ന്റെ എക്സാമ്പിൾ വെച്ചാണ്. അവിടെ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും സിംഗിൾ ബോണ്ട് ആയിട്ട് മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൺസെപ്റ്റ് അവിടെ പറയാം. ഓക്കെ, അപ്പോൾ VSEP തിയറിയുടെ പോസ്റ്റുലേറ്റുകൾ നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് ബാക്കിയുള്ള മോളിക്യൂളിന്റെ ഷേപ്പ് കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഷേപ്പ് ഒന്നുകൂടെ നോക്കാം. BeCl2 നമുക്കൊന്ന് വരച്ച് നോക്കിയാൽ BeCl2 വരച്ചു. ഇതിലെ ബോണ്ട് പെയർ എത്ര എന്ന് ചോദിച്ചാൽ 2, ലോൺ പെയർ എത്ര എന്ന് ചോദിച്ചാൽ ഇല്ല. എങ്ങനെ മനസ്സിലായി നമുക്കറിയാം. BeCl2 ബെർലിയം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റിൽ 2 ഇലക്ട്രോൺ ആണ്. 2 ഇലക്ട്രോൺ ഇവിടെ ഉപയോഗിച്ചു. സോ ലോൺ പെയറിന്റെ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്റെ ഷേപ്പ് നോക്കിയാൽ നമുക്കറിയാം അത് ലീനിയർ ഷേപ്പ് ആണ്. BeCl2 ലീനിയർ ആണ്. ഓക്കെ, BeCl2 ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി വാട്ടറിന്റെ ഷേപ്പ് VSEP തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഷേപ്പ് നമുക്ക് നേരത്തെ അറിയാം. ഇങ്ങനെ കാണിച്ചു, 2 ലോൺ പെയർ കാണിച്ചു. ഇനി എണ്ണം എടുക്കാം. ബോണ്ട് പെയർ എത്ര? 1, 2 ബോണ്ട് പെയർ 1, 2. ലോൺ പെയർ ഈക്വൽ ടു 2. ഇതൊരു പെയർ, ഇതൊരു പെയർ. ഓക്കെ, ഇനി റിപ്പൽഷൻ അതുകൊണ്ട് തന്നെ ലോൺ പെയർ ഉണ്ട്. ഇവർ തമ്മിൽ then ലോൺ പെയർ ബോണ്ട് പെയർ ഉണ്ട്, then ബോണ്ട് പെയർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പ് ചോദിച്ചാൽ ബെൻഡ് ഷേപ്പ് എന്ന് പറയണം, അല്ലെങ്കിൽ V ഷേപ്പ് എന്ന് പറയണം. രണ്ടിലേതെങ്കിലും ഒരു ഷേപ്പ് വാട്ടറിനെ പറ്റി പറയാം. ശരി, ഇനി SO2ന്റെ കേസ് നോക്കിയാലും അതുപോലെ തന്നെയാണ്. SO2 ബെൻഡ് ഷേപ്പ് ആണെന്ന് പറയണം. മാത്രം 10 മോളിക്യൂൾസിൽ 3 പേരെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു 2 ബോണ്ട് പെയർ ആണെങ്കിൽ ആ ഷേപ്പ് എന്ന് വെച്ചാൽ അത് ലീനിയർ ആണ്. എങ്കിൽ 3 ബോണ്ട് പെയർ മാത്രമേ ഉള്ളെങ്കിൽ 3 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്കിൽ ഈ ബോണ്ടിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടെ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അവിടെ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ബോണ്ട് പെയർ മാത്രമേ ഉള്ളെങ്കിൽ ആ മോളിക്യൂളിന്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെയാണ്. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയാം. ട്രൈഗണൽ പ്ലാനാർ. ഓക്കെ, അപ്പൊ 3 ബോണ്ടിന്റെ സാധ്യതകൾ വന്നാൽ ഇതുപോലെ. 3 ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ അത് ട്രൈഗണൽ പ്ലാനാർ. ഓക്കെ, അപ്പൊ BF3യുടെ ഷേപ്പ് നമുക്ക് പരിശോധിക്കാം. BF3 സെൻട്രൽ ബോറോൺ ആറ്റം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ പിന്നെ ബോറോണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് 5 ആണ്, അല്ലെങ്കിൽ 13th ഗ്രൂപ്പ് ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണിൽ 3 ഉപയോഗിച്ച് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. സോ അതുകൊണ്ട് തന്നെ BF3 എന്നുള്ളത് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ശരി, ഇനി അതുപോലെ തന്നെ നമുക്ക് 4 ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ 4 ബോണ്ട് പെയർ മാത്രം ഇങ്ങനെ വരുന്ന സമയത്ത് ഇതുപോലെ, എങ്ങനെ വെച്ചാലും ഒരുപോലെ തന്നെ. ഓക്കെ, എങ്ങനെ വെച്ചാലും ഒരുപോലെ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ഇതൊരു വശം, ഇതൊരു വശം, ഇതൊരു വശം, ഇതൊരു വശം. അപ്പൊ അങ്ങനെ 4 വശമുള്ള ഷേപ്പാണ്. അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ കാണിക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെട്രാഹെഡ്രൽ. നമ്മൾ CH4ന്റെ എക്സാമ്പിൾ നോക്കിയാൽ CH4 എന്നുള്ളത് ഇതുപോലെ തന്നെ കാർബൺ 14ാമത്തെ ഗ്രൂപ്പാണ്. 14ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസിൽ 1, 2, 3, 4 പോയിട്ടുണ്ട്. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. സോ ബോണ്ട് പെയർ 4 ബോണ്ട് പെയർ റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. സോ ബോണ്ട് പെയർ റിപ്പൽഷൻ മാത്രമാണെങ്കിൽ CH4ന്റെ ഷേപ്പ് ചോദിച്ചാൽ ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് പറയാം. ശരി, ഇനി 5 ബോണ്ട് പെയർ മാത്രം വരുന്ന കേസുകൾ നോക്കാം. 5 ബോണ്ട് പെയർ മാത്രം വന്നാൽ ഇതുപോലത്തെ ഷേപ്പ്. ഇതുപോലെ ഇങ്ങനെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഷേപ്പ് പറയാൻ പറഞ്ഞാൽ ഇത്രയും ആണെങ്കിൽ നമുക്ക് പറയാം 5 ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ, ഇത്രയും ആണെങ്കിൽ നമുക്ക് പറയാം അത് ട്രൈഗണൽ. ഇനി മുകളിലോട്ടൊരു ബോണ്ട് ആണെങ്കിൽ അതൊരു പിരമിഡാണ്. താഴോട്ടൊരു ബോണ്ട് വന്നാൽ അത് വീണ്ടും ഒരു പിരമിഡാണ്. അപ്പൊ അങ്ങനെ 2 പിരമിഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. സോ ഇങ്ങനെ വരയ്ക്കുന്ന ഷേപ്പുകൾ 5 ബോണ്ട് പെയർ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ട്രൈഗണൽ ബൈ പിരമിഡൽ ഷേപ്പ് ആണെന്ന് പറയാം. അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ട്രൈഗണൽ കാണിക്കാം, പിന്നെ മുകളിലോട്ടൊരു പിരമിഡ്, താഴോട്ടൊരു പിരമിഡ്. സോ ട്രൈഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, ഇനി 6 ബോണ്ട് പെയർ മാത്രം വന്നാൽ ഇതുപോലെ സ്ക്വയർ ആണ്, മുകളിലോട്ടൊരു ബോണ്ട്, അപ്പോൾ 5 ആയി. ഇനി ഒരു ബോണ്ട് കൂടെ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഷേപ്പിനെ നമുക്ക് സ്ക്വയർ ബൈ പിരമിഡൽ എന്ന് പറയാം. പക്ഷെ ആ വാക്കിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അതിനെ വശങ്ങൾ നോക്കുന്ന സമയത്ത് 1, 2, 3, 4 4 വശമായി. താഴോട്ടും ഇതുപോലെ 4 വശം, 1, 2, 3, 4. താഴോട്ടും ഇതുപോലെ 4 വശം. അപ്പം 4 തന്നെ 8 വശമുള്ള ഷേപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ക്വയർ ബൈ പിരമിഡൽ എന്നൊരു വാക്ക് അധികം പറയാറില്ല. പകരം ഉപയോഗിക്കുന്ന വാക്ക് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ. ശരി, അപ്പൊ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മുടെ പുതിയ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേര് VSEPR തിയറി എന്നാണ്. VSEPR തിയറിയുടെ ഫുൾ ഫോം അറിയാം, അത് അവതരിപ്പിച്ച ആൾക്കാർ അറിയാം. ഇനി VSEPR തിയറിയുടെ പ്രത്യേകത, VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ് ചോദിച്ചാൽ ഒരു മോളിക്യൂളിന്റെ ഷേപ്പിന് കാരണക്കാരൻ റിപ്പൽഷൻ ഓഫ് ഇലക്ട്രോൺ പെയർ പ്രസന്റ് ഇൻ ദ വാലൻസ് ഷെൽ. ഇനി ഇലക്ട്രോൺ പെയർ മേ ബി ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ. അതുകൊണ്ട് തന്നെ റിപ്പൽഷന്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുന്ന സമയത്ത് ലോൺ പെയർ റിപ്പൽഷൻ കൂടുതലാണ്. ഇനി മൾട്ടിപ്പിൾ ബോണ്ടുകൾ വരുന്ന സമയത്ത് അതിനെ സിംഗിൾ ബോണ്ടുകളായിട്ട് പരിഗണിക്കണം. അത്രയും അറിയാം. ഇനി ബോണ്ട് പെയർ 2 ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഷേപ്പ് ലീനിയർ ആയിരിക്കും. 3 ബോണ്ട് പെയർ ആണെങ്കിൽ അത് ട്രൈഗണൽ ആണ്. 4 ബോണ്ട് പെയർ ആണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ആണ്. ലോൺ പെയർ ഇല്ല, ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ. ഇനി 5 ബോണ്ട് പെയർ മാത്രമേ ഉണ്ടെങ്കിൽ അത് ട്രൈഗണൽ ബൈ പിരമിഡൽ ആണ്. ഇനി 6 ബോണ്ട് പെയർ ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണെന്ന് കൂടെ നമുക്ക് മനസ്സിലായി. ഇത് കൂടാതെ നമുക്ക് വരയ്ക്കാൻ അറിയാവുന്നത് BeCl2ന്റെ ഷേപ്പ് ലീനിയർ ആണെന്ന് അറിയാം, കാരണം 2 ബോണ്ട് പെയറേ അവിടെയുള്ളൂ. BF3യുടെ ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ ആണെന്ന് അറിയാം, അവിടെ 3 ബോണ്ട് പെയറേ ഉള്ളൂ. CH4ന്റെ ഷേപ്പ് ടെട്രാഹെഡ്രൽ ആണെന്ന് അറിയാം, 4 ബോണ്ട് പെയറുണ്ട്. പിന്നെ വാട്ടറിന്റെ ഷേപ്പിന്റെ പ്രത്യേകത അത് V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആണ്, കാരണം അവിടെ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും ഉണ്ട്. ഇനി അതുപോലെ തന്നെ SO2ന്റെ ഷേപ്പ് എന്ന് വെച്ചാൽ ബെൻഡ് ഷേപ്പ് ആണെന്ന് അറിയാം. അപ്പൊ ഇത്രയും മോളിക്യൂളിന്റെ ഷേപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. ഇനി നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ClF3 എന്നറിയപ്പെടുന്ന മോളിക്യൂളിന്റെ ഷേപ്പാണ്. അപ്പൊ ആ മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വാലൻസ് VSEPR തിയറിയുടെ മികവ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് ഇതൊരു ഫാന്റാസ്റ്റിക് തിയറിയാണ് എന്ന് പറയുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ClF3 ഈ VSEPR തിയറി അറിഞ്ഞുകൂടാത്ത ഒരാള് ClF3യുടെ ഷേപ്പ് എങ്ങനെയൊക്കെ വരയ്ക്കാമെന്ന് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ ഇങ്ങനെ വരച്ചെന്ന് വരും. ഇങ്ങനെ വരച്ച ആൾമോസ്റ്റ് പിരമിഡൽ ഷേപ്പ് വരച്ചെന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ Cl എന്നിട്ടിട്ട് ഇങ്ങനെയൊക്കെ വരച്ചെന്ന് വരും. ഓക്കെ, ഒരു ട്രൈഗണൽ പ്ലാനാർ പോലെ വരച്ചെന്ന് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ ClF3 വരയ്ക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു VSEPR തിയറിക്ക് ഒരു മികവുണ്ട്. ആ മികവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ClF3 എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ClF3യുടെ ഷേപ്പ് നമുക്ക് വരയ്ക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് റഫായിട്ട് ഒന്ന് നോക്കാം. ആദ്യം ClF വെറുതെ ഒന്ന് വരച്ച് നോക്കാം. F3 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക് അവിടുത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 7 ഇലക്ട്രോൺസിൽ ഒരെണ്ണം ഇവിടെ ബോണ്ടിങ്ങിന് പോയിട്ടുണ്ട്, ഒരെണ്ണം ഇവിടുത്തെ ബോണ്ടിങ്ങിന് പോയിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെയും ബോണ്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പൊ 7ല് 3 പോയി. അപ്പൊ ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്. 4 ഇലക്ട്രോൺസിന്റെ പ്രത്യേകത 2 പെയർ ആയിട്ട് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ClF3യെ സംബന്ധിച്ചിടത്തോളം അവിടെ ബോണ്ട് പെയറുകളുടെ എണ്ണം 1, 2, 3, ലോൺ പെയറുകളുടെ എണ്ണം 1, 2. അപ്പൊ 2 പെയറുകൾ 2. ഓക്കെ, അപ്പൊ ഇനി VSEPR തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണ സെൻട്രൽ ആറ്റത്തിനെ കാണിക്കാൻ വേണ്ടി VSEPR തിയറിയിൽ A എന്നൊരു അക്ഷരം ഉപയോഗിക്കാറുണ്ട്. സെൻട്രൽ ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി A, സെൻട്രൽ ആറ്റം.
ഇനി ബോണ്ട് പെയറുകളുടെ എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ബി എന്ന അക്ഷരം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോൺ പെയറുകളുടെ എണ്ണം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സി അല്ല പകരം ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഒരു പുതിയ കാര്യത്തിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞു CL3 ഷേപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. VSEPR തിയറിയുടെ മികവ് അവിടെ നമുക്ക് കാണാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. അതിനുവേണ്ടി സെൻട്രൽ ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എ എന്ന അക്ഷരം, ബോണ്ട് പെയർ ബി ആണ്, ലോൺ പെയർ കാണിക്കാൻ വേണ്ടി ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എങ്കിൽ CL3 ഒരു ജനറൽ ഫോർമുല നോക്കിയാൽ നമുക്ക് സെൻട്രൽ ആറ്റം CL ഒന്നേ ഉള്ളൂ, അപ്പൊ എ ഉള്ളൂ. ഇനി ബോണ്ട് പെയർ 3 എണ്ണം. സോ ബോണ്ട് പെയറിന് ബി എന്നാണ് കാണിക്കേണ്ടത്, അത് 3 എണ്ണം. ഇനി ലോൺ പെയറിന് ഇ എന്നാണ് കാണിക്കേണ്ടത്, അത് ഈ 2 എണ്ണം. അപ്പോ CL3 എന്ന മോളിക്യൂളിന്റെ ജനറൽ ഫോർമുല AB3E2 ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എങ്കിൽ BeCl2 ന് ഇതുപോലെ ഒരു ജനറൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ അത് AB2 ആണ്. രണ്ട് ബോണ്ട് പെയർ മാത്രമേ ഉള്ളൂ, ലോൺ പെയർ ഇല്ല. അതേസമയം BF3 ജനറൽ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ AB3 ആണ്. CH4AB4. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും, സെൻട്രൽ ആറ്റം ഒന്നേ ഉള്ളൂ. സോ AB2E2. ശരി, അങ്ങനെ കാണിക്കാം. അപ്പൊ എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് പോസിബിൾ ബോണ്ടിന്റെ ഫോർമേഷൻ ഇവിടെ 3ഉം ഈ 2 ലോൺ പെയർ ഉപയോഗിച്ച് ബോണ്ട് ഫോം ചെയ്യാം. സോ 3 2 5 ബോണ്ടിന്റെ ഫോർമേഷന്റെ സാധ്യതയുണ്ട്. അപ്പൊ CL-ന് ചുറ്റും ആ ലോൺ പെയർ കൂടെ ഉൾപ്പെടുത്തിയാൽ 5 ബോണ്ടിന്റെ സാധ്യത. അപ്പൊ 5 ബോണ്ടിന്റെ പ്രോബബിലിറ്റി ഏതാണെന്ന് ചോദിച്ചത്, 2 ബോണ്ടിന്റെ പ്രോബബിലിറ്റി ലീനിയർ ആണ്, 3 ബോണ്ടിന്റെ ട്രൈഗണൽ പ്ലാനാർ ആണ്, 4 ബോണ്ടിന്റെ ടെട്രാഹെഡ്രൽ ആണ്, 5 ബോണ്ടിന്റെ പ്രോബബിലിറ്റി ട്രൈഗണൽ ബൈപിരമിഡൽ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇതുപോലെ CL ഇതുപോലെ കാണിക്കാം. ഓക്കെ, ഇനി അടുത്ത ജോലി. അപ്പൊ CL3 ഷേപ്പ് VSEPR തിയറി ഉപയോഗിച്ച് നമ്മൾ പറയുകയാണ്. അടുത്ത പോസിബിലിറ്റി, അടുത്ത ഫ്ലൂറിൻ ആറ്റം റെപ്രസെന്റ് ചെയ്യണം. ഫ്ലൂറിൻ ആറ്റം ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണത്തിൽ 3 സ്ഥലത്ത് കൊടുക്കണം. ആ 3 സ്ഥലം എവിടേക്കാണെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ കൊടുക്കാമോ? ബാക്കി ഇപ്പൊ 3 ബോണ്ടായി, 2 ലോൺ പെയർ. ഇവിടെ ലോൺ പെയർ, ഇവിടെയും ഒരു ലോൺ പെയർ. ഓക്കെ, അല്ലാതെ CL ഇങ്ങനെ ഇട്ടിട്ട് ഇത് ലോൺ പെയർ, ഇത് ലോൺ പെയർ. ഓക്കെ, അപ്പൊ ഈ 2 രീതിയിൽ എങ്ങനെയാണ് CL3 റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അവിടെ ഒരു നിയമമുണ്ട്, അത് ഓർത്തുകൊള്ളണം. അതായത് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ, ഈ പൊസിഷൻ ഇതുപോലെയാണെങ്കിൽ അതിനെ നമ്മൾ ആക്സിയൽ പൊസിഷൻ എന്ന് പറയാറുണ്ട്. ഇങ്ങനത്തെ പൊസിഷനെ ഇക്വറ്റോറിയൽ പൊസിഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് 5 ബോണ്ടിന്റെ പോസിബിലിറ്റി വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ എന്നാണ് നിയമം. അപ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 5 പ്രോബബിൾ ബോണ്ടിന്റെ സാധ്യത വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ലോൺ പെയർ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. സോ ലോൺ പെയർ ഇവിടെ നോക്കുന്ന സമയത്ത് ഇത് ലോൺ പെയർ ആക്സിയൽ പൊസിഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് ലോൺ പെയർ ഇക്വറ്റോറിയൽ പൊസിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം 5 ബോണ്ടിന്റെ പ്രോബബിലിറ്റി വരുന്ന സമയത്ത് ലോൺ പെയർ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ CL3 നിർബന്ധമായും ഇതുപോലെ തന്നെ വരയ്ക്കണമെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ എങ്കിൽ CL3 ഷേപ്പിന്റെ പേര് ചോദിച്ചാൽ നമുക്ക് ആ ഷേപ്പിന്റെ പേര് പറയാം. 5 ബോണ്ടിന്റെ സാധ്യത അതിലെ ഈ F ഇങ്ങനെ കാണിച്ചു, ഈ F ഇവിടെ ഉണ്ട്, ഈ F ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ലോൺ പെയർ ആണ്, ഇത് ലോൺ പെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ആ ബോണ്ടിനെ എടുത്ത് മാറ്റുന്നു. അവിടെ ലോൺ പെയറേ ഉള്ളൂ, ഇവിടെ ലോൺ പെയറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഷേപ്പ് ചോദിച്ചത് ഇതുപോലത്തെ ഒരു ഷേപ്പാണ്. ഈ ഷേപ്പ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരമാണ്. അത് നമുക്കറിയാം ആൾമോസ്റ്റ് T പോലത്തെ ഒരു കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടാൽ അതിനെ T ഷേപ്ഡ് കോമ്പൗണ്ട് എന്ന് വേണം പറയേണ്ടത്. ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ T പോലെ ഇരിക്കുന്ന കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അത് T ഷേപ്ഡ് ആണെന്ന് പറയണം. T ഷേപ്പ്. ഓക്കെ, അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് VSEPR തിയറി അല്ലാതെ ഒരു തിയറി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഷേപ്പുകൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നോക്കാം. BeCl2 ലീനിയർ ഷേപ്പ് ആണ്, BF3 ട്രൈഗണൽ പ്ലാനാർ ആണ്, CH4 എന്നുള്ളത് ടെട്രാഹെഡ്രൽ ആണ്. അതേസമയം വാട്ടർ എന്നുള്ളത് V ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ആണ്. CL3 പ്രത്യേകത അത് AB3E2 ജനറൽ ഫോർമുലയിലാണ്. അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ട്രൈഗണൽ ബൈപിരമിഡിൽ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. അതുകൊണ്ട് തന്നെ അത് T ഷേപ്ഡ് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങളോട് നോക്കാം.
SF4 പെട്ടെന്ന് ചെയ്യാം. SF4 നമുക്ക് നോക്കാം, റഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എസ് 4 ഫ്ലൂറിൻ 1 2 3 4. സൾഫർ 16ാമത്തെ ഗ്രൂപ്പ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, 1 2 3 4 പോയിട്ടുണ്ട്, ബാക്കി ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ജനറൽ ഫോർമുല ഉണ്ടാക്കാം. എ സെൻട്രൽ ആറ്റം എ, ബോണ്ട് പെയർ 4 എണ്ണം, സോ B4, ലോൺ പെയർ ഒന്നേ ഉള്ളൂ, അപ്പൊ ഇ. ഓക്കെ, പ്രോബബിൾ ബോണ്ടിന്റെ സാധ്യത 4 1 5. 5 ബോണ്ടിന്റെ പോസിബിലിറ്റി വന്നാൽ എസ്, 5 ബോണ്ടിന്റെ പോസിബിലിറ്റി വന്നാൽ ഇതുപോലെ എസ് 1 2 3 4 5. ഇനി നമുക്കറിയാം 5 ബോണ്ടിന്റെ പോസിബിലിറ്റി വരുന്ന സമയത്ത് ലോൺ പെയർ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. സോ ഇക്വറ്റോറിയൽ പൊസിഷൻ ഇതായാലും ഭംഗി ഇതാണെന്ന് നമുക്ക് വരയ്ക്കാൻ ഭംഗി ഇതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ലോൺ പെയർ ആയിട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം അതുപോലെ. സോ SF4ന്റെ ഷേപ്പ് ഇതുപോലെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ. ആ ഷേപ്പിന്റെ പേരുണ്ടാക്കാൻ പറഞ്ഞാൽ 5 ബോണ്ടിന്റെ സാധ്യത ഒന്ന് മുകളിൽ നിന്ന് താഴെ. സോ 5 ബോണ്ടിന്റെ സാധ്യത കാണിക്കാം. അതിൽ ഒരെണ്ണം ലോൺ പെയർ, ഇത് ലോൺ പെയർ ആണ്, ഇത് ബോണ്ട് അല്ല, ഇത് മാത്രം എടുത്ത് മാറ്റാം. ബാക്കിയുള്ള നോക്കുന്ന സമയത്ത് ഇത് നമുക്കറിയാം, നമ്മൾ പാർക്കിലൊക്കെ ഇതിന് കളിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെ എഴുതിട്ട് നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ആടി കളിച്ചിട്ടുണ്ട്. നമുക്കറിയാം അതിനെ സീസോ എന്ന് പറയണം. നിർബന്ധമായും SF4ന്റെ ഷേപ്പ് സീസ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ഓർമ്മിച്ചോണം. സീസ. ഓക്കെ, അടുത്ത BrF5 പരിശോധിക്കാം. F5 1 2 3 4 5 റഫായിട്ട് ചെക്ക് ചെയ്യാം. ബ്രോമിൻ പ്രത്യേകത, ബ്രോമിന്റെ 17ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസിൽ 1 2 3 4 5 പോയി, ഒരു ലോൺ പെയർ. സോ ജനറൽ ഫോർമുല ഉണ്ടാക്കാം. സെൻട്രൽ ആറ്റം എ, ബോണ്ട് പെയർ 1 2 3 4 5. സോ B5, ലോൺ പെയർ ഒന്നേ ഉള്ളൂ ഇ. അപ്പൊ നമുക്കറിയാം 5ഉം 1ഉം 6 ബോണ്ടിന്റെ പോസിബിലിറ്റി. 6 ബോണ്ടിന്റെ പോസിബിലിറ്റി എന്ന് വെച്ചാൽ അത് ഒക്ടാഹെഡ്രൽ പോലെയാണ്. സോ BR എന്നിട്ട് ഒക്ടാഹെഡ്രൽ പോലെ വരയ്ക്കാം. ഓക്കെ, ഇനി അവിടുത്തെ പ്രത്യേകത, അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി ഒക്ടാഹെഡ്രലിന്റെ പോസിബിലിറ്റി വന്നാൽ അവിടെ ലോൺ പെയർ ഷുഡ് ബി ഇൻ ആക്സിയൽ പൊസിഷൻ. അതാണ് വ്യത്യാസം. ട്രൈഗണൽ ബൈപിരമിഡിലാണെങ്കിൽ അവിടെ ലോൺ പെയർ ഷുഡ് ബി ഇൻ ഇക്വറ്റോറിയൽ പൊസിഷൻ. ഇവിടെയാണെങ്കിൽ ആക്സിയൽ പൊസിഷൻ ലോൺ പെയർ കാണിക്കുക. സോ ആക്സിയൽ പൊസിഷൻ ഇവിടെയോ മുകളിലോ എവിടെയെങ്കിലും ലോൺ പെയർ കാണിക്കുക, ബാക്കി ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഷേപ്പിന്റെ കാര്യം നോക്കിയാൽ ഇത്രയും സ്ക്വയർ ആണ്. ഇനി മുകളിലോട്ടൊരു പിരമിഡ് ഉണ്ട്, പിരമിഡ് പോലെ കാണിക്കാം. അതുകൊണ്ട് തന്നെ അതിനെ സ്ക്വയർ പിരമിഡൽ എന്നൊരു വാക്കുകൊണ്ടാണ് പറയുന്നത്. സ്ക്വയർ പിരമിഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ XCF4 പറഞ്ഞ് അവസാനിപ്പിക്കാം. XCF4 4 ഫ്ലൂറിൻ. നമുക്കറിയാം സെനോൺ എന്നുള്ളത് 18ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ആണ്. 18ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ് ആകുമ്പോൾ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് ആണ്. 8 ഇലക്ട്രോൺസിൽ 4 എണ്ണം പോയി, ബാക്കി 4 ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു പെയർ 2 പെയർ. ഓക്കെ, ജനറൽ ഫോർമുല എ, ബോണ്ട് പെയർ 1 2 3 4, B4, ലോൺ പെയർ 2 E2. സോ നമുക്ക് മൊത്തം 6 ബോണ്ടിന്റെ സാധ്യത. 6 ബോണ്ടിന്റെ സാധ്യതയാണെങ്കിൽ ഒക്ടാഹെഡ്രൽ പോലെ വരച്ചു. ഇനി 6 ബോണ്ടിന്റെ സാധ്യതയിൽ ലോൺ പെയർ ഷുഡ് ബി ഇൻ ആക്സിയൽ പൊസിഷൻ. ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. ആക്സിയൽ പൊസിഷൻ ഇത് ലോൺ പെയർ ആക്കുക, ഇതും ലോൺ പെയർ ആക്കുക, ബാക്കി ബോണ്ട് അതുപോലെ വരച്ച് കാണിച്ചു. സോ അതുകൊണ്ട് തന്നെ അത് സ്ക്വയർ പ്ലാനാർ. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ സ്ക്വയർ പ്ലാനാർ എന്ന് പറയാം. നേരത്തെ പറഞ്ഞത് സ്ക്വയർ പിരമിഡൽ. ഇനി അവസാനം NH3 മാത്രമേ ഉണ്ട്. നിങ്ങളുടെ പെട്ടെന്ന് പറയാം. NH3 റഫായിട്ട് ചെക്ക് ചെയ്യാം. NH3 നൈട്രജൻ 15ാമത്തെ ഗ്രൂപ്പിൽ എലമെന്റ്, ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്, 3 എണ്ണം ഇവിടെ പോയി, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. സോ ജനറൽ ഫോർമുല ഉണ്ടാക്കാം. എ 3 ബോണ്ട്, B3 ഒരു ലോൺ പെയർ ഇ. സോ 3 4 ബോണ്ടിന്റെ സാധ്യത, 4 ബോണ്ടിന്റെ പോസിബിലിറ്റി ആണ് ടെട്രാഹെഡ്രൽ. സോ N ടെട്രാഹെഡ്രൽ, അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. ടെട്രാഹെഡ്രലിൽ 3 ബോണ്ടേ അവിടെ ഫോം ചെയ്യുന്നുള്ളൂ, ഒരു ലോൺ പെയർ ഉള്ളൂ. ഒരു ലോൺ പെയർ ആയതുകൊണ്ട് അത് പിരമിഡൽ എന്ന് പറയും.
അപ്പോൾ വളരെ ഫാന്റാസ്റ്റിക് ആയ തിയറിയാണ്. ഈ തിയറി ബേസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് വെച്ചാൽ VSEPR തിയറിയാണ്. VSEPR തിയറിയുടെ പോസ്റ്റ്ലേറ്റ് ചോദിച്ചാൽ അറിയാം, അവിടെ റിപ്പൾഷന്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ അറിയാം. ഇനി ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നേരത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം. BeCl2 AB2 ജനറൽ ഫോമിലുള്ള ആളാണ്, ലീനിയർ ഷേപ്പ് ആണ്. BF3 ട്രൈഗണൽ പ്ലാനാർ ആണ്. CH4 എന്നുള്ളത് അത് ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. NS3 എന്നുള്ളത് ഇപ്പോൾ അതാ പറഞ്ഞു, അത് ടെട്രാഹെഡ്രൽ വരേണ്ടതായിരുന്നു, പക്ഷെ അവിടെ ലോൺ പെയർ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഡ് ബി NS3 ഷേപ്പ് എന്ന് ചോദിച്ചാൽ നിർബന്ധമായും പിരമിഡൽ ഷേപ്പ് ആയിട്ട് തന്നെ എഴുതണം. വേറൊരു വാക്കില്ല, പിരമിഡൽ ഷേപ്പ്. വാട്ടറിന്റെ പ്രത്യേകത, വാട്ടറിന്റെ V ഷേപ്പ് ആണ്, ബെൻഡ് ഷേപ്പ് ആണ്. ClF3 വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ClF3 എന്ന് വെച്ചാൽ അത് T പോലത്തെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T ഷേപ്പ് കോമ്പൗണ്ട് ആണ്. അതേസമയം SF4 എന്നുള്ളത് C പോലെയുള്ള കോമ്പൗണ്ട് ആണ്. BrF5 എന്നുള്ളത് സ്ക്വയർ പിരമിഡിലാണ്. XCF4 എന്നുള്ളത് സ്ക്വയർ പ്ലാനാർ ആണ്. SO2 എന്നുള്ളത് ബെൻഡ് ഷേപ്പ് കോമ്പൗണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആണ് ClF3 SF4 പോലുള്ള മോളിക്യൂളിന്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ VSEPR തിയറിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി, വെറും എന്നൊരു വാക്ക്, റിപ്പൾഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന തിയറി വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് VSEPR തിയറി എല്ലാവരും പഠിക്കുക.